പി.കെ. കുഞ്ഞാലിക്കുട്ടി ഏത് പ്രതിബന്ധങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടാൻ പരിശീലനം സിദ്ധിച്ചയാളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലബാർ ജില്ലകളിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് റിബലുകൾ രംഗത്ത് വന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞാലിക്കുട്ടി ചിരിച്ചുകൊണ്ട് റിബലുകളെ നേരിടുകയാണ്. എന്തായാലും എതിർ സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളവരുടെ ചിഹ്നം നോക്കി എതിരാളികളാണോ അനുകൂലികളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ലീഗിന്. ചിഹ്നം നോക്കിയാൽ എന്താണ് ബോധ്യമാവുക? ഞങ്ങൾ മത്സരിക്കുന്നത് ചിഹ്നത്തിൽ തന്നെയാണ്, കോണി ചിഹ്നത്തിലാണ്. മിക്ക സ്ഥലങ്ങളിലും എന്താ പറയുക, ഞങ്ങൾക്ക് എതിരായി ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, നേരിട്ടുള്ള മത്സരം. അപ്പോൾ ആ സ്ഥാനാർത്ഥിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളല്ലല്ലോ, ബന്ധപ്പെട്ട പാർട്ടികൾ പരിശോധിക്കട്ടെ. ചിഹ്നം നോക്കിയും തീരുമാനിക്കാൻ കഴിയില്ല. വാർദ്ധക്യം ബാധിച്ച കുറേ ചിഹ്നങ്ങളാണ് കാണുന്നത്. എന്താ പറയുക, കണ്ണട, കൊട, വടി, ഒരു വാർദ്ധക്യത്തിൻ്റെ ചിഹ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിഹ്നം നോക്കിയും ഒന്നും പറയാൻ കഴിയില്ല. ഞങ്ങൾക്കെതിരായി ലീഗിനെതിരായി ലീഗ് കോണിയിൽ മത്സരിക്കുമ്പോൾ ഈ മാതിരി കണ്ണട, കൊട, വടി ഇതൊക്കെ കാണുന്നത് കണ്ടിട്ട് ആരാന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ. അപ്പോൾ ആണെങ്കിൽ ആരൊക്കെയാണ് പിന്നിൽ എന്നുള്ളത് ഇനി പത്രക്കാരൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടുപിടിച്ച് വരുമ്പോൾ ഇനി കോൺഗ്രസ്സുകാരോ മറ്റോ ആണെന്ന് കണ്ടെത്തിയാൽ എന്തു ചെയ്യും? ലീഗിന് ഈ റിബലുകളെ കൊണ്ട് രക്ഷയില്ലാതായോ? നമുക്ക് എല്ലാ ഇങ്ങനത്തെ സിറ്റുവേഷൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ LDFൻ്റെ പല പാർട്ടികളും തിരിഞ്ഞു മത്സരിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്നോട് മാത്രം ചോദിച്ചിട്ട് എന്താ കാര്യം? എല്ലാവരും എന്താ ചെയ്യുക? ഞാൻ പറയുന്നത് അത് സംബന്ധിച്ച് കുറച്ച് ക്ഷമ. എല്ലാവരും എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കുക. എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഞാനും ചെയ്യും. ചിരിയൊക്കെ ഇഷ്ടപ്പെട്ടു, എന്നാലും റിബലുകളുടെ കാര്യത്തിൽ എന്തു ചെയ്യും? അല്ലേ, ഇതാത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട, അതുകൊണ്ടൊരു ഗുണം കിട്ടും തോന്നുന്നു വിചാരിക്കണ്ട. അതാ വീണ്ടും ചിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? അപ്പോഴും യഥാർത്ഥ എതിരാളികളുടെ കാര്യം മിണ്ടിയില്ല. റിബലുകളാണോ ഇനി ഇടതുമുന്നണിയാണോ പ്രശ്നം? ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, സാമ്പാർ എന്നാണ് അതിന് രോമന പേരുണ്ട്. അവിടെ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. അതെന്ത് സാമ്പാറാണപ്പാ? കോൺഗ്രസ്സുകാരും സഖാക്കന്മാരും എല്ലാം ഒരുപോലെ പെടുമോ അതിൽ? ഏതൊക്കെ കഷ്ണങ്ങൾ ഉണ്ടാകും ആ സാമ്പാറിൽ? അതൊന്നും ഞാൻ പറയില്ല. സാമ്പാർ കഷ്ണങ്ങളെല്ലാം കൂടി ലീഗിനെ ശരിപ്പെടുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ അതിനായി കാത്തിരിക്കാം. പതിവ് പോലെ കുറച്ച് പുറത്താക്കലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ DCCകളെല്ലാം ശ്രമം തുടങ്ങിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ച് നേരം കളയുന്നതിൽ അർത്ഥമില്ലല്ലോ. പ്രചാരണം പാർട്ടികൾ ഔപചാരികമായി തുടങ്ങിയും കഴിഞ്ഞു. പ്രചാരണ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.